SAR രജിസ്റ്റർ ചെയ്യുന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വ്യവസ്ഥകൾ സങ്കീർണമെന്ന് CPM കൊല്ലം ജില്ലാ കമ്മിറ്റി. ജനനതീയതി തെളിയിക്കാൻ പ്രായമായവർക്ക് കഴിയുന്നില്ല. ജനാധിപത്യത്തിൽ വോട്ടവകാശം നൽകുന്നതിന് പകരം നിഷേധിക്കുന്നുവെന്ന് CPM കൊല്ലം ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി S. ജയമോഹൻ കുറ്റപ്പെടുത്തി. SIR-ൽ കൊല്ലം ജില്ലയിൽ പരാതി വ്യാപകമാവുകയാണ്. 2002 പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത പ്രായമായ വോട്ടർമാർക്ക് പേര് ചേർക്കുന്നത് അതീവ ദുഷ്കരമായി. 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടില്ലാത്ത പലർക്കും ജനനതീയതി തെളിയിക്കുന്നതിന് കഴിയുന്നില്ല. ഏറ്റവും എളുപ്പത്തിൽ ഹാജരാക്കാൻ കഴിയുന്ന റേഷൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡ് ഇവ ഒന്നും തന്നെ ഇലക്ഷൻ കമ്മീഷൻ തിരിച്ചറിയൽ രേഖയായി അംഗീകരിക്കുന്നുമില്ല. വീടുകൾ മാറി മാറി താമസിക്കുന്ന വാടകക്കാരായ താമസക്കാരിൽ പലർക്കും റെസിഡൻസ് സർട്ടിഫിക്കറ്റും ഹാജരാക്കാനും കഴിയുന്നില്ല. ഈ സാഹചര്യത്തിൽ 70 വയസ്സ് കഴിഞ്ഞവരെയും വിദ്യാഭ്യാസമില്ലാത്തവരെയും വോട്ടർ പട്ടികയിൽ ചേർക്കുന്നതിന് റേഷൻ കാർഡ് പ്രധാന തിരിച്ചറിയൽ രേഖയായി പരിഗണിക്കണമെന്നും ജനാധിപത്യത്തിൽ വോട്ടവകാശം നൽകുന്നതിന് പകരം നിഷേധിക്കുന്നുവെന്ന് CPM കൊല്ലം ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി S. ജയമോഹൻ ചൂണ്ടിക്കാട്ടി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചുമതലപ്പെടുത്തിയിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള ആളുകളും എല്ലാം തന്നെ ഭരണഘടന ഈ പറയുന്ന 326 വകുപ്പ് പ്രകാരം വോട്ട് അവകാശം നിലനിർത്തി, ഭരണഘടന ഈ പറയുന്ന അവകാശം നിലനിർത്തി മുന്നോട്ട് പോകുന്ന നിലയിലുള്ള തീരുമാനങ്ങളാണ് എടുക്കേണ്ടത്. ഒരാളിൻ്റെയും വോട്ട് അവകാശം എന്നത് നിഷേധിക്കപ്പെടുന്ന നില അംഗീകരിക്കപ്പെടാൻ കഴിയുന്നതല്ല. ഈ നിലപാടുകൾ ഇലക്ഷൻ കമ്മീഷനും അത് ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥന്മാരുമായ ആളുകൾ തിരുത്താം. ഇതിനോടൊപ്പം പുതിയ ബൂത്ത് ക്രമീകരണത്തിന്റെ ഭാഗമായി 100ഉം 200ഉം ആളുകളുടെ പേരുകൾ അവർ ഉൾപ്പെടേണ്ട ബൂത്തിന്റെ ഭാഗത്തു നിന്ന് മാറി കൂട്ടത്തോടെ മറ്റു പല ഭാഗങ്ങളിലേക്ക് മാറ്റുന്നു. വ്യക്തിഗതമായി അപേക്ഷ നൽകി കൂട്ടിച്ചേർക്കാനും കഴിയുന്നില്ല. അതാത് ബൂത്തുകളിലേക്ക് ഉൾപ്പെടുത്തി പട്ടിക പുനർക്രമീകരിക്കണമെന്നും CPM കൊല്ലം ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി S. ജയമോഹൻ ഇലക്ഷൻ കമ്മീഷനോട് അഭ്യർത്ഥിച്ചു. രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം.